പ്രവാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. എന്നാൽ ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം ഇനി കുറച്ചുകൂടി കടുപ്പമേറിയതാവാൻ പോവുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസ് 2016 ശേഷം ആദ്യമായി കുടിയേറ്റ ഫീസുകളിൽ വൻ വർധനവ് വരുത്തിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അഭയാർത്ഥി നിയമങ്ങളിലും കർശനമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയിൽ ജോലി ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റങ്ങൾ എങ്ങനെ ബാധിക്കും? ആർക്കൊക്കെയാണ് ഈ അധിക ഭാരം താങ്ങേണ്ടി വരിക? നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഏതൊരു മാറ്റത്തിന് പിന്നിലും ഒരു കാരണമുണ്ടാകും. US ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് കുടിയേറ്റ അപേക്ഷകളുടെ എണ്ണം വർദ്ധിക്കുന്നത് മൂലം വലിയ തോതിലുള്ള ബാക്ക്ലോഗ് നിലനിൽക്കുന്നുണ്ട്. അതായത് അപേക്ഷകൾ തീർപ്പാക്കാൻ മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കേണ്ടി വരുന്നു. ഈ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനും സാങ്കേതികവിദ്യ പരിഷ്കരിക്കുന്നതിനുമാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ ഇത് അപേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ചില വിസകളുടെ പുതിയ നിരക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് H1B വിസ. IT പ്രൊഫഷണലുകൾക്കിടയിൽ ഏറ്റവും ഡിമാൻഡുള്ള വിസയാണിത്. ഇതിന്റെ രജിസ്ട്രേഷൻ ഫീസിൽ വന്ന മാറ്റം ഞെട്ടിക്കുന്നതാണ്. വെറും $10 മാത്രമായിരുന്ന രജിസ്ട്രേഷൻ ഫീസ് ഇപ്പോൾ $215 ഉയർന്നു. അതായത് ഏകദേശം 2050% വർധനവ്. കൂടാതെ അപേക്ഷാ ഫീസ് $460 $780 വർദ്ധിച്ചു. L1 വിസ ഒരു കമ്പനിയുടെ തന്നെ ഇന്ത്യയിലെ ഓഫീസിൽ നിന്ന് അമേരിക്കൻ ഓഫീസിലേക്ക് മാറുന്നവർക്കുള്ള വിസയാണിത്. ഇതിന്റെ ഫീസ് $460 $1385 ആയാണ് വർദ്ധിപ്പിച്ചത്. ഇത് ഏകദേശം 201% വർധനവാണ്. O1 വിസ കല, ശാസ്ത്രം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ അസാമാന്യ പ്രതിഭ തെളിയിച്ചവർക്കുള്ള ഈ വിസയുടെ നിരക്ക് $460 $1055 ഉയർന്നു. EB-5 വിസ അമേരിക്കയിൽ നിക്ഷേപം നടത്തി പൗരത്വം നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള വിസയാണിത്. ഇതിന്റെ ഫീസ് $3675 $11160 ആയാണ് കുതിച്ചുയർന്നത്. അതായത് കുടിയേറ്റം ഇപ്പോൾ പണക്കാരെ സംബന്ധിച്ചും വലിയൊരു നിക്ഷേപമായി മാറിയിരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും വിവാദപരവുമായ മാറ്റങ്ങളിൽ ഒന്നാണ് അസൈലം പ്രോഗ്രാം ഫീ. തൊഴിൽ വിസകൾക്കായി അപേക്ഷിക്കുന്ന ഓരോ തൊഴിലുടമയും ഇപ്പോൾ അധികമായി $600 കൂടി അടയ്ക്കണം. ഈ തുക അമേരിക്കയിലെ അഭയാർത്ഥി സംവിധാനം കൈകാര്യം ചെയ്യുന്നതിനാണ് ഉപയോഗിക്കുന്നത്. ചെറുകിട കമ്പനികൾക്ക് ഈ ഫീസിൽ ഇളവുണ്ട്. അവർ $300 അടച്ചാൽ മതിയാകും. എന്നാൽ ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനകളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. എങ്കിലും ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ജീവനക്കാരെ അമേരിക്കയിലേക്ക് അയക്കുമ്പോൾ ഈ തുക വലിയൊരു ബാധ്യതയായി മാറുകയും ചെയ്യും. ഗ്രീൻ കാർഡ് അപേക്ഷകരെ എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫീസ് വർധനവ് വലിയ തിരിച്ചടിയാണ്. ഗ്രീൻ കാർഡിനുള്ള അപേക്ഷാ ഫീസ് $1225 $1440 ഉയർന്നു. ഇതിനു പുറമെ നേരത്തെ സൗജന്യമായിരുന്ന വർക്ക് പെർമിറ്റ്, ട്രാവൽ ഡോക്യുമെന്റ് ഇതിനെല്ലാം ഇനി മുതൽ പ്രത്യേകം ഫീസ് നൽകണം. എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒരു അപേക്ഷകന് വരുന്ന ചിലവ് മുൻപത്തേക്കാൾ ഇരട്ടിയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫീസ് വർധനവിനേക്കാൾ ഗൗരവകരമാണ് അഭയാർത്ഥി നിയമങ്ങളിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ. ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ കൊണ്ടുവന്ന അമേരിക്ക ഫസ്റ്റ് പോളിസിയുടെ തുടർച്ചയായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്. ഇനി നമുക്ക് പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വിസ അപേക്ഷ നൽകുന്നവർ തങ്ങളുടെ സ്വന്തം രാജ്യത്ത് തങ്ങൾക്ക് യാതൊരുവിധ ഭീഷണിയും ഇല്ലെന്ന് ബോധിപ്പിക്കേണ്ടതായി വരും. അതായത് വിനോദസഞ്ചാരത്തിനോ പഠനത്തിനോ പോകുന്ന ഒരാൾ അവിടെ ചെന്ന് പെട്ടെന്ന് അഭയാർത്ഥി പദവിക്ക് അപേക്ഷിക്കുന്നത് തടയാനാണ് ഈ നീക്കം. വിസ ഇന്റർവ്യൂ സമയത്ത് ഉദ്യോഗസ്ഥർ കൂടുതൽ കർശനമായ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ സ്വന്തം രാജ്യത്ത് മർദ്ദിക്കപ്പെട്ടിട്ടുണ്ടോ, തിരികെ പോകാൻ നിങ്ങൾക്ക് ഭയമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ ഓരോ അപേക്ഷകനും നേരിടേണ്ടി വരും. ടൂറിസ്റ്റ് വിസയിൽ അമേരിക്കയിലെത്തി അവിടെ അഭയാർത്ഥി അപേക്ഷ നൽകുന്ന പ്രവണത ഇന്ത്യക്കാർക്കിടയിലും വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് തടയുക എന്നതാണ് പുതിയ നിയമത്തിന്റെ ലക്ഷ്യം. ഇത് യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ളവരെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ കുടിയേറ്റത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ മാറ്റങ്ങളുടെ ആഘാതം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക ഇന്ത്യക്കാർക്കിടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. കുടുംബാംഗങ്ങളെ അമേരിക്കയിലേക്ക് കൊണ്ടുവരാനുള്ള അപേക്ഷാ ഫീസുകളിലും 26% വർധനവുണ്ടായിട്ടുണ്ട്. ഇത് സാധാരണക്കാരായ പ്രവാസികളുടെ പോക്കറ്റ് ചോർത്തുമെന്ന് ഉറപ്പാണ്. ഫീസ് വർധനവ് കാരണം ചെറിയ കമ്പനികൾ ഇന്ത്യയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ വിദേശത്തേക്ക് അയക്കാൻ മടിക്കും. ഇത് IT മേഖലയിലെ തൊഴിലവസരങ്ങളെ ബാധിച്ചേക്കാം. പുതിയ അഭയാർത്ഥി നിയമങ്ങൾ അപേക്ഷകരെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കും. അശ്രദ്ധമായി നൽകുന്ന മറുപടികൾ വിസ നിഷേധിക്കപ്പെടാൻ കാരണമായേക്കാം. പുതിയ സാഹചര്യത്തിൽ നിങ്ങൾ അമേരിക്കൻ കുടിയേറ്റത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓരോ അപേക്ഷയ്ക്കും പുതുക്കിയ ഫീസ് എത്രയാണെന്ന് US CIS വെബ്സൈറ്റിൽ നോക്കി ഉറപ്പുവരുത്തുക. തെറ്റായ തുകയുടെ ചെക്ക് നൽകിയാൽ അപേക്ഷ നിരസിക്കപ്പെടും. പല അപേക്ഷകൾക്കും ഓൺലൈനായി അപേക്ഷിച്ചാൽ $50 വരെ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തുക.
അഭയാർത്ഥി നിയമങ്ങൾ മാറിയ സാഹചര്യത്തിൽ നിങ്ങളുടെ വിസയുടെ ഉദ്ദേശം വ്യക്തമാക്കുന്ന രേഖകൾ കൈവശം വെക്കുക. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാറുണ്ട്. ഒരു അംഗീകൃത ഇമിഗ്രേഷൻ ലോയറുടെ സഹായം തേടുന്നതാണ് എപ്പോഴും നല്ലത്. അമേരിക്ക കുടിയേറ്റക്കാർക്ക് എപ്പോഴും വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ ആ വാതിലിലൂടെ അകത്ത് കടക്കാൻ ഇപ്പോൾ വലിയൊരു എൻട്രി ഫീ തന്നെ നൽകേണ്ടി വരുന്നു. വർദ്ധിച്ചു വരുന്ന ചിലവുകളും കർശനമാക്കുന്ന നിയമങ്ങളും അമേരിക്കൻ സ്വപ്നത്തിന് മങ്ങലേൽപ്പിക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇപ്പോഴും ഈ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയിലേക്കുള്ള നിങ്ങളുടെ യാത്ര നിയമപരവും കൃത്യവുമായ രേഖകളോടെയും ആണെന്ന് ഉറപ്പുവരുത്തുക.